ഹായ്, എല്ലാവർക്കും എൻ്റെ ബോഡീസ് ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഒരു ടൈലറിങ്ങിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ടൈലറിങ്ങിൻ്റെ വീഡിയോ നമുക്ക് കാണാം. നമുക്ക് ടൈലറിങ് ആദ്യമായിട്ട് ഞാൻ പിന്നെ ഏട്ടൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് കളയിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടൺസ് ഒപ്പിക്കാം. അതിനുശേഷം ഇത് പഴയ എന്താ പറയണ്ടേ, ഇതെല്ലാം ബാഗ് ഞാൻ വെച്ചതായിരുന്നു. സോഫേൻ്റെ കട്ട് പീസുകളാണെങ്കിൽ സോഫയിൽ നിന്നെ കട്ട് പീസുകൾ. അപ്പം അതിൻ്റെ എല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. ബാഗ് കഴിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്നത് ബാഗും ഇതെല്ലാം വെറുതെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇത് നമുക്ക് ഇപ്പം കിച്ചണിലും പിന്നെ ബാത്റൂമിലെല്ലാം ഒരു ചവിട്ടി ആക്കാം. രണ്ടും കൂടി ഇതും കൂടി ആക്കാൻ ചവിട്ടി ആക്കാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇന്ന് ചവിട്ടി ആക്കാനാണ് മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഇറങ്ങിയത്. പിന്നെന്ന് വെച്ചാൽ ഇതൊരു ചൂരിദാറിൻ്റെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞ അങ്ങനെ ഇതുമുണ്ട്. പിന്നെ ഇതെല്ലാം കട്ട് പീസാണ്. അപ്പം അതെല്ലാം ജോയിൻ്റ് ആക്കിയിട്ട് സമയം കിട്ടുന്ന പോലെ ഞാൻ ഇത് ചുരിദാർ ടൈലറിങ്ങിൻ്റെ വീഡിയോ എടുക്കാം. പിന്നെ എനിക്ക് വെള്ള നല്ല ഇഷ്ടമായിരുന്നു. ഇതൊരു പഴയ സാരി, ഒരുപാട് പഴയ സാരിയാണ്. വെള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു പഴയ ഒരു മുണ്ടിൻ്റെ ഒരു സാരിയായിരുന്നു. സാരീൻ്റെ ഡിസൈൻ ചെയ്യാൻ വാങ്ങിയതായിരുന്നു. അത് ഡിസൈൻ ചെയ്ത് കുറേ മുമ്പേ ഡിസൈൻ ചെയ്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ഭർത്തകർക്ക്. അപ്പോൾ ഇതൊരു സാരി മഴയെല്ലാം പോയി ഇത് ചെയ്തു ഞാൻ തയ്പ്പു. നല്ല ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇതുകൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏട്ടൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇളയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ കയ്യിലെ ഭാഗമെല്ലാം നമ്മൾ മുറിച്ച് നമ്മൾ ചാടുന്ന സമയത്ത് നമ്മൾ കയ്യിൻ്റെ സൈഡിൽ കയ്യിനെ തെറ്റിട്ട് ഇത് കൈ മുറിച്ച് തന്നു. അപ്പോൾ കൈ മുറിക്കുമ്പോൾ കൈയിൻ്റെ അടുത്തുള്ള ബട്ടൺസ് നമ്മൾ എടുത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് എടുത്ത് വെച്ചുകൊണ്ട് നമുക്കിപ്പം ഒരു ബട്ടൺസ് പോയി, അത് ഏട്ടൻ കണ്ടില്ല. അത് പോയതുകൊണ്ട് നമുക്ക് ആ ഒരു ബട്ടൺസ്, കൈക്കുള്ള ബട്ടൺസ് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതിനൊരു ബട്ടൺസ് പിടിപ്പിക്കാനായി. അപ്പോൾ ഇതിനൊരു ബട്ടൺസ് പിടിപ്പിക്കട്ടെ. ബട്ടൺസ് ഇല്ലാണ്ട് ഇടുമ്പോൾ അതൊരു മോശമല്ലേ. അപ്പോൾ അന്നങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിന് അതേ ഇതിൻ്റെ ബട്ടൺസ് പിടിപ്പിക്കാൻ നമുക്കായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഷർട്ടിൻ്റെ ബട്ടൺസ് പഴയ ഷർട്ടെല്ലാം ഉണ്ടെങ്കിൽ നല്ല ബട്ടൺസ്, പഴയ ഷർട്ടായാലും ബട്ടൺസ് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ബട്ടൺസ് എല്ലാം പോയാൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതങ്ങനെ ഇതിൻ്റെ കൈ മുറിച്ച് ഞാൻ ചാടുമ്പോൾ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് പോയതുകൊണ്ട് ഇതിന് ബട്ടൺസ് പിടിപ്പിക്കാൻ നമുക്കായി. ഇതിൻ്റെ ബട്ടൺസ് പിടിപ്പിക്കുവാണ്. അതെ, ടൈലറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ടൈലറിങ്ങിൻ്റെ വീഡിയോ പിന്നെ ഇഷ്ടമാണ്. പിന്നെ ചുരിദാറിന് കുറേ കട്ട് പീസും ഇതെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം മുറിച്ച് തയ്ക്കണം. ഡിസൈൻ വെക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, അത്ര വലിയ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ യൂട്യൂബും എല്ലായി വീട്ടിലായി ജോലി എല്ലാകുമ്പോൾ ഒരുപാട് ഡിസൈനിൻ്റെ പണിയെടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചുരിദാറിനുള്ള ഡിസൈനെല്ലാം ചെയ്യായിരുന്നു. അതിനുള്ള സമയം അത്ര സമയം കിട്ടുന്നില്ല. അതിനുള്ള സമയം വേണമല്ലോ. അതൊക്കെയാണ് ഡിസൈൻ ചെയ്യാത്ത. എന്നാലും ഞാൻ നോക്കാം ഡിസൈനിൻ്റെ നല്ലൊരു ചുരിദാർ തയ്ക്കാനും ഡിസൈനിങ് വെച്ചിട്ട് നല്ലൊരു മനസ്സിലുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു ഡിസൈനിൻ്റെ നല്ല ഒരു ചുരിദാർ തയ്ക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് സമയം എടുക്കും. അപ്പം കുറേ ദിവസം. അപ്പോൾ അതിൽ ഒരു ഫ്ലവറിൻ്റെ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മൊത്തം ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി കാണാൻ. അത് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാൻ കുറേ ഫ്ലവർ വേണം. അപ്പോൾ അത് ഉണ്ടാക്കി തുണി കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റേതായ തുണി കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കുറേ കൂട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ അത് തയ്ക്കുമ്പോൾ നമുക്ക് വേഗമാവും. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ കുറച്ച് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഫ്ലവർ ഉണ്ടാക്കും. തീർച്ചയായും ആ വീഡിയോ കാണിപ്പോൾ അത് ഒരുപാട് ദിവസമായി മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന അങ്ങനെ ആ ഒരു ഫ്ലവർ ആയിട്ടുള്ളൊരു ചുരിദാർ ഡിസൈൻ തയ്ക്കണമെന്ന് കുറേ മുമ്പേ, ഒരു 10 വർഷം മുമ്പേ ഞാനൊരു വനിതയിൽ കണ്ടിട്ട് വനിതേൻ്റെ ഒരിത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് നല്ലൊരു തുന്നൽ പഠിപ്പിക്കാൻ പോക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫാഷൻ ഡിസൈൻ പഠിപ്പിച്ചാൽ അവർ പറഞ്ഞു വനിത കൊണ്ട് തന്നിട്ട് ഇതേ ഡിസൈൻ തുന്നി തരുമോ, മോക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ
ആ ഡിസൈന് നല്ല സാരി കൊണ്ടുവന്നിട്ട് ഞാൻ അതേപോലെ തന്നെ ആ ഡിസൈൻ അന്ന് തയ്ച്ച് കൊടുത്തത്. അത് ഒരുപാട് പണി ജോലി ഉണ്ടായിരുന്നു അതിന് അവർ പറഞ്ഞ പൈസയും തന്നായിരുന്നു എനിക്ക്. അപ്പോൾ അവർ തന്നെ അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ നെറ്റും അതിൻ്റെ സാരീൻ്റെ മേലെ നല്ലൊരു സാരി അതിൻ്റെ മേലെ നെറ്റും അതേ കളറ് നെറ്റ് വയ്ക്കും. അപ്പം മേലെ നല്ല അടിപൊളിയായിട്ട് കവർ വെച്ച് കൊടുത്ത് നടുക്കാൻ നല്ല മുത്ത് വെച്ച് കൊടുത്ത് നല്ല സ്റ്റൈലുണ്ട്. അന്നൊന്നും പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ മേലെയുള്ള ഒരു ഇതൊന്നും അറിയില്ല, യൂട്യൂബില്ല, ഫോണിൽ വീഡിയോ എടുത്ത് വെക്കാനുള്ള അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ. അത്ര ഒരു നമ്മുടെ ഫോണോടുള്ള അത്ര ഒരു ഇതില്ല, അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. അത് അന്നേരം വിചാരിക്കും അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പം ഒരു ദിവസം സമയം കിട്ടുമ്പം ഞാൻ തീർച്ചയായും അതുപോലെ എടുത്ത് വീഡിയോ ഇടും. തയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അത് ഉപകാരപ്പെടും. പിന്നെ തുന്നൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ വേണം. ഓരോന്നും ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ആദ്യമെല്ലാം നമ്മൾ വനിത വാങ്ങിയിട്ട് കൊണ്ടുവരുമായിരുന്നു. വനിതയിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. വനിത നല്ല നല്ല ഡിസൈനുകൾ, പിന്നെ ഈ മാക്സി ആയാലും ചുരിദാറായി നല്ല നല്ല ഡിസൈൻ കാണാം. അപ്പം അതിൽ അങ്ങനെ ഒരുപാട് ഡിസൈൻ ഐഡിയ ആയിട്ട് തന്നെ പഠിച്ചതാണ്. ഐഡിയോടും പിന്നെ ഡിസൈനിങ്ങും പഠിച്ചായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീടിന് പഠിക്കുന്നതിനെക്കാട്ടി നല്ല ഡിസൈനിങ്ങും കാര്യങ്ങളും എനിക്ക് നന്നായി അതിൻ്റെ അറിയാം. ചെയ്യുന്നതുമാണ്. ഒരുപാട് മെറ്റീരിയൽ ഇപ്പോൾ ഉണ്ട്. ആദ്യം പഠിപ്പിക്കാൻ നിൽക്കുന്നത് മെറ്റീരിയൽ ഇപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ ബട്ടൻ്റെ ബട്ടൺസ് പഠിപ്പിച്ച് ബട്ടൺസ് എല്ലാക്കി. ഇതിന് കീശ ഇല്ലായിരുന്നു. അന്ന് നമ്മൾ കീശ പഠിപ്പിച്ച് ഇത് ഷർട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കുറേ മുമ്പിൽ നമ്മൾ പിന്നെ വാങ്ങിയതല്ല. അപ്പം ഇവിടെ കീശ ഇല്ലാത്തത്. അപ്പൊ അന്ന് കൈ മുറിച്ചതിന് ശേഷം നമ്മളൊരു കീശയും വെച്ച് കൊടുത്ത് അങ്ങനെ കീശയായി. കീശ ഇല്ലെങ്കിൽ രസമില്ലല്ലോ. നമുക്ക് ഷർട്ട് ഇടുമ്പോൾ പോക്കറ്റിൽ എന്തെങ്കിലും പോകണോ അല്ല പൈസയോ പോകാൻ പൈസ വെക്കുമ്പോൾ അതിനൊരു ഇതായി. ഇനി നമുക്ക് അടുത്തത് ചവിട്ടി. അടുത്ത നമുക്ക് കിച്ചണിലിടാണ്. ഇപ്പം മഴയാണല്ലോ, അപ്പം തുണി ഉണങ്ങുന്നു, ചവിട്ടി ഉണങ്ങുന്നില്ല. പോരാത്ത ഈ ചെറിയ പൈസ 10-50 റുപ്യക്ക് ചെറിയ ചവിട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് അത്ര ദിവസം 2 കഴുകലിന് നമുക്കത് കൂടുതൽ എത്തൂല. അപ്പോൾ ചവിട്ടി കഴിക്കാനുള്ള ഇത്. ഓക്കെ, അത് അടുത്തതിലേക്ക് പോകാം. അതെ, അങ്ങനെ ഇതെല്ലാം സോഫേൻ്റെ തുണിയാണ്. സോഫേൻ്റെ തുണി കൊണ്ട് ഞാൻ ബാഗ് തയ്ച്ച് സെയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ കട്ട് പീസ് കൊണ്ടുവന്നിട്ട് ഒരുപാട് അതിൻ്റെയും കുറേ കട്ട് പീസുകളുണ്ട്. ഇതിനെ കൊണ്ട് തന്നെ നല്ല ഷോപ്പിംഗ് ബാഗും അതൊന്നും തയ്ക്കാറുണ്ട്. സോഫയൊക്കെ ആകുമ്പോൾ വേഗം നമ്മൾ കഴിയുമ്പോൾ ഒന്നും അത്ര പെട്ടെന്ന് പോകില്ല. ഇപ്പം നമ്മൾ 10-50 രൂപക്കെല്ലാം വാങ്ങുന്ന ചവിട്ടിയാലും ഒരു കഴുകൽ രണ്ടാമത്തെ കഴുകൽ അതങ്ങ് പോകുന്നുണ്ട്. ഇപ്പോൾ സോഫേൻ്റെ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള സാധനമല്ല, തുണിയാണല്ലോ. അപ്പോൾ അതങ്ങനെ പോയി. വാങ്ങിയതുണ്ടായിരുന്നു, അതെല്ലാം പോയി. പിന്നെ ഒരു പഴയ നൈറ്റീൻ്റെ ഉണ്ടായിട്ട് ഇട്ട് അതെല്ലാം അങ്ങ് അഴുക്കായിപ്പോയി. മഴയാകുമ്പോൾ പിന്നെ ബാത്റൂമിൻ്റെ അടുത്തായാലും കിച്ചണിലായാലും നമ്മൾ മഴ സമയത്തെല്ലാം നല്ല ചവിട്ടന് ഇട്ട് കൊടുത്തിട്ട് അത് വൃത്തികേടായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ മെഷീനൊരു പ്രത്യേകതയുണ്ട്. ഈ മെഷീൻ എന്ന് വെച്ചാൽ ഒരു മെഷീന് മാത്രമല്ല, ഇതെൻ്റെ ഒരു എന്താ പറയണ്ടേ, ഇതെൻ്റെ ഒരു വളരെ എന്ന് വെച്ചാൽ ഒരു സമയം ഉണ്ടായിരുന്നു ഈ മെഷീൻ എൻ്റെ വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ തയ്യൽ പഠിച്ചതാ. എൻ്റെ ഇളയമ്മക്ക് വാങ്ങിത്തന്നത്, പഠിക്കുന്ന സമയത്ത് വാങ്ങിത്തന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും ഈ മെഷീനെ നമ്മൾ പലകയെ മാറ്റിയിട്ടുള്ളൂ, ഈ പെയിൻറ്റിൻ്റെ ഒന്നും പോയിട്ടൊന്നുമില്ല. ഇന്നും ഞാൻ ഇതിനെ സ്വന്തം
എന്താ പറയണ്ടേ, നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഈ മെഷീനെ നോക്കുന്നത്. എത്ര മെഷീൻ ഉണ്ടായിട്ടും ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കൂടുതൽ തയ്ക്കുന്നത് ഞാൻ അന്നും ഇന്നും ഇതിൻ്റെ അകത്ത് മാത്രമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനോട് എത്രയോ ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പറയാം, എല്ലാവരും ചതിച്ചു കഴിഞ്ഞാലും നമ്മളെ പിന്നെ എന്താ പറയണ്ട ഒറ്റപ്പെടുത്തിയാലും, പക്ഷേ ഇതിൻ്റെ മേലെ കയറിയ എൻ്റെ അന്നം ഒരു സമയത്ത് എൻ്റെ എല്ലാ ആഹാരത്തിൻ്റെ ആയാലും എന്ത് ബുദ്ധിമുട്ടായാലും ഇതിൻ്റെ മേലെ കയറി എൻ്റെ തൊഴിലെടുത്ത് ഞാൻ എൻ്റെ അന്നേക്കുള്ള ബുദ്ധിമുട്ട് മാറ്റിയത് ഈ പ്രിയപ്പെട്ട എൻ്റെ പൊന്നു മിഷനാണ്. അപ്പോൾ ഇതിനോട് എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഇതിനോട് ഭയങ്കര എനിക്ക് ആത്മാർത്ഥത. ഞാൻ എന്നും പറയും, ഒരിക്കലും ഈ മിഷന് എൻ്റെ അടുത്തൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ കുറേ മുമ്പേ നാട്ടിലിട്ട് പോയായിരുന്നു. പിന്നെ നാട്ടിൽ വന്നേരം ഇത് ഞാൻ ഓർത്തിലും കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം ഇന്ന് വരെ ഞാൻ ഇതിനെ വിട്ടിട്ടേ ഇല്ല ഈ മിഷനെ. പക്ഷെ അത്രയും ഒരു നല്ല എന്താ പറയണ്ടേ, എൻ്റെ ഒരു സ്വന്തം ദൈവം അതുപോലെ തന്നെ എല്ലാം പോലെ തന്നെ ഭർത്താവും അതുപോലെ തന്നെ ഈ മിഷനും എൻ്റെ ഏറ്റവും വലിയ സ്നേഹമുള്ള സാധനമാണ് ഇത്. എൻ്റെ സ്വന്തം വളരെ സ്നേഹമായൊരു മിഷനാണ് ഇത്. എന്ന് വെച്ചാൽ ഒരുപാട് വിഷമിക്കുമ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ജോലിയെടുത്ത് നമ്മളെ പട്ടിണി ആഹാരങ്ങളും മാറ്റി ഇത് തന്നെയാണ് എൻ്റെ ശരിക്കുള്ളൊരു മാർഗം. ഇത് തന്നെയായിരുന്നു അന്ന് ഒരുപാട്. ഇതിൻ്റെ അകത്ത് തന്നെ ബാഗ് ഞാൻ ആദ്യമായിട്ട് തയ്ച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ബാഗ് തയ്ച്ചിട്ട് പിന്നെ എനിക്ക് മിഷനെല്ലാം ഓരോ ആൾക്കാർ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു കിട്ടിയത്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്ത ബാഗിൻ്റെ ഒരുപാട് ബാഗ് ഇതിൻ്റെ അകത്ത് 500 പോരാ, ഒരുപാട് ബാഗ് ഇതിൻ്റെ അകത്ത് തയ്ച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെ സൂചി മാറ്റിയിട്ട് കട്ടിയുള്ള ബാഗിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് രാവും പകലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനോട് അത്രയേറെ എന്താ പറയുക, അത്രയേറെ ഈ മിഷനോട് ഇഷ്ടമാണ്, ആത്മാർത്ഥതയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഒരു നേരത്തെ അന്നം ഈ മിഷനിൽ നിന്നാണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളതാണ് ഒരു സ്വന്തമായി നമുക്ക് ഒരു കൈത്തൊഴിലുണ്ട്. നമ്മൾ ആരെയും ആശ്രയിക്കാണ്ട് നമുക്കൊരു മിഷന് വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു തൊഴിൽ എടുത്ത് ജീവിക്കുക. ഇപ്പോൾ പല മാർഗങ്ങളുണ്ട്. ഇപ്പം ഒരു തയ്ക്കാൻ അറിയണമെങ്കിൽ ഇപ്പം കോട്ടൺ സഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു നമ്മൾ കുറച്ച് പൈസയാക്കി ഒരു സഞ്ചി നമ്മൾ തുണി വാങ്ങി ഒരു സഞ്ചി അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഹോൾസെയിൽ കടയിൽ കൊടുത്ത് അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പരം എൻ്റെ അറിയുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ആ മാർഗം പറഞ്ഞു. അവരെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സഞ്ചി തയ്ക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവർ ഒരു ദിവസം 100 അങ്ങനെ സഞ്ചിയെല്ലാം തയ്ച്ച് അങ്ങനെ അതിൻ്റെ എല്ലാ മെത്തേഡും ഐഡിയകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ച ആൾക്കാർക്ക് ഇന്ന് അവർ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അവർ പിന്നെ കഴിവുള്ള ആൾക്കാരായിട്ട് അവർ മുന്നോട്ട് പോയി. നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതേപോലെയായി. ഇന്ന് കുഴപ്പമില്ല, ഇനിയും ഇതെല്ലാം നമ്മൾ നല്ല എന്താ പറയേണ്ട സമാധാനത്തിൽ ഇന്ന് നമ്മൾ ഇതാക്കുന്നുണ്ട്. അപ്പം അന്ന് അല്ല അവർക്ക് വേണ്ടുന്ന തുണി എവിടെയാണ് കിട്ടുന്നത്, എവിടെ കിട്ടും, എങ്ങനെ തയ്ക്കുക, എവിടെ ഹോൾസെയിൽ കടയോ എവിടെയാ കടയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്ത് അവരിപ്പം ഒരു വരുമാനമല്ല കുറേ ആൾക്കാർ ആക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും ഇന്നത്തെ കാലം ഒരു എന്താ പറയുക നന്ദി ഇതും ഉണ്ടാകുന്നില്ല. നമ്മുടെ അടുത്തൊന്നും ഒരു ചെറിയ ഫോൾട്ടല്ല, നമ്മളൊരു സാഹചര്യം കൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതന്നെ എടുത്തു പറയാനാണ് ആൾക്കാർ നിൽക്കുക. അത് നമ്മൾ മനസ്സിലാതെ നമ്മളെ ആവശ്യം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് നേടാൻ പറ്റുന്ന സമയത്ത് അതെല്ലാവരും നമുക്ക് കൂട്ടുണ്ടാകുക. നമ്മളവിടെ ഒന്നും നേടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഒഴിവാക്കും. ഇനി അവരെ കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പല രീതിയിലും ഇങ്ങനെ ഇതാക്കും അതൊന്നും നമുക്ക്. പക്ഷേ എന്നെ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജീവിത മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്താന്ന് വെച്ചാൽ ഒന്നും മനസ്സിൽ വെക്കൂല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഞാൻ ഒന്ന് മാത്രമേ ചിന്തിക്കൂ, ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. ഞാൻ ഈ മിഷനില്ലോണ്ടാണ് ഞാൻ അന്നെല്ലാം കയ്യിൽ നിന്ന് പിടിച്ചു നിന്നതും. എൻ്റെ എല്ലാ ജീവിത മാർഗവും ഇതായിരുന്നു, ഈ ഒരു മിഷന്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് മിഷന് ഞാൻ ആക്കി. വേറെ ഒന്നും ഉണ്ടായിരുന്നു എംബ്രോയിഡറിൻ്റെ. നമ്മൾ ഒരുപാട് മഹാരാഷ്ട്രയിൽ നിന്ന് മേടിച്ച ഒരു മിഷനും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് അത് ആദ്യം നമ്മളിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാലും കൊടുത്തായിരുന്നു. പിന്നെയാണ് വലിയ 2 മിഷന് ഞാൻ വാങ്ങിയത്. അതിപ്പോൾ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് കയറിയാണ് ഞാൻ. എത്ര എനിക്ക് തുന്നാനുണ്ടെങ്കിലും നല്ല മിഷൻ ഉണ്ടായാലും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറി വർക്ക് ചെയ്യുന്ന സുഖം എനിക്ക് വലിയ മിഷൻ്റെ വലിയ പൈസേൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തുന്നുന്ന സുഖവും സന്തോഷവും എനിക്ക് പറ്റില്ല മിഷൻ്റെ മേലെ ഇരുന്നാൽ കിട്ടൂല. എന്തോ ഒരു മനസ്സിനൊരു ആശ്വാസമാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കൂടുതൽ കഴിക്കുന്നത്. പിന്നെ അതേപോലെ ഇതൊരു റിപ്പയറിങ്ങും ആയിട്ടില്ല. റിപ്പയറിങ്ങിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം മാറ്റാനും സൂചി മാറ്റാനും ഇതിൻ്റെ പിന്ന് മാറ്റാനും ഒരു വക റിപ്പയറിംഗ് എല്ലാം ഞാൻ ചെയ്യുന്നു. നമ്മളെ പഠിപ്പിച്ച ആൾക്കാരായാലും ആരെങ്കിലും മെഷീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആടെയെല്ലാം ഉണ്ടാകുമ്പോൾ ഓരോരുത്തരടുത്ത് പോയി മെഷീനെല്ലാം റെഡിയാക്കി കൊടുക്കും. അതിനെല്ലാം ചില ആൾക്കാർക്ക് എണ്ണയൊന്നും ഇട്ട് വെക്കാത്തതുകൊണ്ട് അപ്പം മെഷീനെ ഒരു വക റിപ്പയറിങ് കൊടുക്കും. എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ ആരും കഷ്ടപ്പെടാണ്ട് എല്ലാവരും നല്ലൊരു ജോലി എടുത്ത് മുന്നോട്ട് പോകാൻ, ഒരു 10 വയസ്സൊക്കെ നമ്മൾ മറ്റുള്ള ആളെ ആശ്രയിക്കണ്ട എന്നുള്ള ഒരു ഇതിൽ ഞാൻ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കും. മനുഷ്യൻ്റെ സാഹചര്യം ആ സമയത്ത് നമ്മളെ സാഹചര്യം അങ്ങനെ ആവുന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പം അതാന്ന് പറയുന്നത് നമുക്കൊരു കൈത്തൊഴിൽ അത്യാവശ്യമാണ്. ഇപ്പം പിന്നെ എനിക്ക് അതിൻ്റെ ആവശ്യം എന്തോ ഇല്ല, ഭർത്താവ് എന്നെ നോക്കുന്നുണ്ട്. എന്നാലും നമ്മളെ വീട്ടിലെ കാര്യത്തിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെ വലിയ ഗുണമാണ്. നമുക്ക് പുറത്ത് പോയാൽ ഇത്ര വേഗം കിട്ടുമൊന്നുമില്ല. ഒരു കീറിയത് പോലും തയ്ച്ചു തരാൻ പുറത്തെ ടൈലറിന് സംബന്ധിച്ചില്ല. ശരിക്കും ഈ ഒരു തൊഴിൽ പഠിച്ചത് എനിക്ക് ഒരുപാട് പഠിച്ചതെന്ന് വെച്ചാൽ ഒരു തുണി കിട്ടുമ്പോൾ എവിടെയെങ്കിലും ഒരു കഷ്ണം തുണി കിട്ടുമ്പോൾ ഞാനത് കൊണ്ടുവന്ന് അത് തയ്ച്ച് അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാലേ ഉറക്കം വരും. അതിന് കുറേ ആൾക്കാർക്ക് കുശുമ്പ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചുകൊണ്ടും നമ്മളതിനോട് ഉത്സാഹിച്ചുകൊണ്ടും നമുക്കത് മുന്നോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മളതിനോട് മനസ്സ് ചെയ്ത് നമ്മളത് ചെയ്യണം എന്നുള്ള ഒരു വാശി ഉണ്ടെങ്കിൽ എല്ലാവർക്കും മുന്നോട്ട് പോകും. അല്ലാണ്ട് നമുക്കറിയാമെന്ന് കുറേ ആൾക്കാർ അന്നും എന്നോട് എല്ലാം അറിയാം, നിനക്കെല്ലാം അറിയാം. എല്ലാം അറിയുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. എൻ്റെ കഴിവും പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും എല്ലാം കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റില്ലാതെ ശ്രമിച്ചാലും നിങ്ങൾക്കും എല്ലാം കഴിയും. ചില ആൾക്കാരുടെ കഴിവ് കണ്ട് ആരും കുശുമപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം. ചവിട്ടി അയക്കുകൊണ്ട് നല്ല കുറച്ച് നല്ല ഇതിലാണ് അയക്കുന്നത്. നമുക്ക് പഴയ തുണി ഉണ്ടെങ്കിൽ നമ്മളെ പഴയ നല്ല കുറച്ച് കട്ടിയുള്ള ബനിയനെല്ലാം ഉണ്ടെങ്കിൽ അതും നമുക്ക് ചവിട്ടിയാക്കി നമുക്ക് മഴയത്തെല്ലാം നമുക്ക് ബാത്റൂമിൻ്റെ അടുത്തും കിച്ചണിലും എല്ലാം ഇടാം. അത്യാവശ്യം നല്ല ഞാനിങ്ങനെ ഇതെല്ലാം തയ്ച്ച് അപ്പം നടുവിലോട്ട ഓരോ ലൈനായിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നാലേ ചവിട്ടി കാണുമ്പോൾ ഒരു നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പം
അങ്ങനെ നമ്മളെ ചവിട്ടിയെല്ലാം ഓക്കെ ആയി. അപ്പം ചവിട്ടി നല്ല കണ്ടീഷനാക്കി നല്ല നല്ല അടിപൊളി ചവിട്ടി. നമ്മൾ ഇങ്ങനെ ഒരു ഓരോ തുന്നു കൊടുത്ത് ഇങ്ങനെ ഇത്രത്തോളം ഒരു 3-4 തുന്നി ഇങ്ങനെ കൊടുത്ത് പിന്നെ ഇങ്ങനെയും കൊടുത്ത് അങ്ങനെ നല്ല അടിപൊളി കട്ടി ചവിട്ടിയില്ല, അടിപൊളി ചവിട്ടിയായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. നൂലെല്ലാം ചെറിയ അവിടെ തുന്നിയൻ്റെ നൂലെല്ലാം ഉണ്ടല്ലോ, അപ്പം നൂലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതൊരു വൃത്തിയൊക്കെ ഒരു വൃത്തി വേണം. നമ്മൾ എന്തൊരു ജോലി ചെയ്താലും അതിൻ്റെതായ ഒരു നല്ല ഫിനിഷിങ് വർക്കായാലും എന്ത് ചെയ്താലും നമ്മളെ വീട്ടിലായി ചെയ്താലും നമുക്കായി ചെയ്താലും പുറത്ത് കൊടുക്കുന്നതായാലും അങ്ങനെ 2 ചവിട്ടി ഒന്ന് ആക്കി. ഇപ്പോൾ അടുത്തൊരു ചെറിയൊരു തുണി ഉണ്ടാക്കും, അടുത്ത വേറൊരു ചവിട്ടിയും കൂടി ഉണ്ടാക്കി നല്ല കട്ടിയുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ ചവിട്ടിയെല്ലാം ഓക്കെ ആയി. നല്ല വേഗം അടിച്ചെടുത്ത് നല്ല കട്ടി, അത് സോഫേന്റെ ആവുന്നോണ്ട് കട്ടിയുള്ള സാധനമാണ്, അതുകൊണ്ട് പിന്നെ കുറച്ച് പാടാണ്. അപ്പം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നല്ലൊരു പാട്ടെല്ലാം വെച്ച്, അപ്പം ഞാൻ റഫീന്റെ നല്ല പാട്ട്, മുഹമ്മദ് റഫീന്റെ പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ടേ ഇഷ്ടമാണ്, നല്ല കേൾക്കാൻ. നല്ല നമ്മള് വെറുതെ ഇരുന്നാലും എന്ത് ജോലി എടുക്കുമ്പോൾ മുഹമ്മദ് റഫീ, ലതാ മങ്കേഷ്കറെല്ലാം പാട്ട് വെച്ചാൽ അത് കേട്ടിരിക്കാൻ ഭയങ്കര ഒരു രസമാണ്. റഫീന്റെ മാത്രമല്ല, നമ്മളെ അജയ് എന്ന് പറഞ്ഞൊരു ഒരു മുട്ടായിട്ടുള്ള അവരെ പാട്ടും ഓറ പാട്ടും, കിഷോർ കുമാറിൻ്റെ പാട്ട്, പിന്നെ ആശാ ഭോസ്ലിൻ്റെ പാട്ടും, പിന്നെ ഇത് പങ്കജ് ഉദാസിനെ മരണപ്പെട്ട ഗജലുണ്ട്. പങ്കജ് ഉദാസിൻ്റെ നല്ല ഗജലുണ്ട്, അതെല്ലാം കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ നോർത്തിലുള്ള സമയത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാട്ട് ഒരുപാട് അങ്ങനെ കേട്ട് നല്ല ഇതായിട്ടുള്ള ഒരാളാണ്, ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു റഫീൻ്റെ ഒരു പാട്ട് ടി വിയിൽ വെച്ചു, ബഹാറോ പൂലി വർസാവോ മേരാ മെഹബൂബ് ആയാ, നല്ലൊരു പാട്ടെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത്. അപ്പം പാട്ടിൽ ലയിച്ചു പോയി. അപ്പം വർക്കിന്റെ വർക്കൊന്നും നമുക്ക് തിരിഞ്ഞില്ല. വർക്കും നല്ലതായി, പാട്ടും കേട്ട് നല്ല. ആ പാട്ട് പാടിയത് റഫിയാണ് പാട്ട് പാടിയത്, മുഹമ്മദ് റാഫി. അപ്പം നമുക്ക് എത്ര പുതിയ പാട്ട് കിട്ടിയാലും നമ്മൾ ഈ പഴയ പാട്ടിന്റെ എത്ര ഇതായ ആൾക്കാർക്കും പാട്ട് ആശ്വസിക്കുന്ന ഒരാൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പഴയ പാട്ടിന്റെ അത്ര ഒരു ഇത് പുതിയ പാട്ടിലേക്ക് നമുക്ക് കിട്ടൂല. പഴയ പാട്ട് തന്നെയാണ്. ഇതിന്ന് നമ്മൾ അതിനോടുള്ള വരികളും അതിനോടുള്ള ഒരു ഇതും നല്ല ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ തയ്ച്ച് ഈ ചവിട്ടി നോക്കി അടിപൊളി. അപ്പം നമുക്ക് ഇത് ബാത്റൂമിലേക്ക് ഇട്ട് കൊടുക്കാം. ബാത്റൂമിൻ്റെ അടുത്തുള്ള ഒരുപാട് ദിവസമായി അതിൻ്റെ ചവിട്ടി വടക്കായിപ്പോയി. അപ്പം ഞാൻ നൈറ്റി അവിടെ പഴയ നൈറ്റി ഒന്നും ഇട്ട് അതെല്ലാം വൃത്തികേടായിരിക്കുക. അപ്പം ഒരുപാട് ദിവസമായി തയ്ക്കണം അങ്ങനെ തുണീൻ്റെ എല്ലാം സോഫേൻ്റെ തുണിയില്ലോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയതാണ്. അപ്പം നമ്മൾ ഇത് ബാത്റൂമിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു സമാധാനവും അടിപൊളിയായിട്ട് കാണുക. അപ്പൊ നമ്മൾ ചവിട്ടി ഇവിടെ ഇടുന്ന് അടിപൊളിയായി. അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് തുണി ഉണ്ടെങ്കിലും പഴയ തുണിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോയി വന്നാൽ തുണിയാവുമ്പോൾ നല്ല വെള്ളം ഒപ്പും. അപ്പോൾ ഇത് കഴുകിയിട്ട് നമുക്ക് ഒരു 2-3 തയ്ച്ച് വെച്ചാൽ നമുക്ക് മാറ്റി ഇട്ട് കൊടുക്കാം പഴയ തുണിയെല്ലാം. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കാം. അപ്പം പഴയ തുണിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എടുക്കുക, അടിക്കുക, നല്ല രീതിയിൽ അടിച്ച് നമ്മളെ വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. ജോലിയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ മറ്റുള്ള ആളെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കാറുണ്ട്. ഓരോ സ്ത്രീകളോടും പറയാം ഇങ്ങനെ നല്ല വീട്ടിൽ വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലേ? അതാണ് നമ്മളെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ആരെ കാര്യത്തിനും പോക്കില്ല. നമ്മളതായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുന്നത്, പിന്നെ ആർക്കും ഉപകാരം ചെയ്ത് കൊടുക്കുന്നത്. ഉപകാരം ചെയ്തത് ഇപ്പം കുറെ ഉപദ്രവമായിട്ടാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നല്ല ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പം ചാനല് എന്ത് വേണം, എല്ലാവരും കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. നല്ല നല്ല കുക്കിംഗ് ആയാലും നല്ല നല്ല ടൈലറിങ്ങിന്റെ ആയാലും പിന്നെ പഴയ തുണികൾ വേണ്ടാണ്ട് വേസ്റ്റ് ആക്കി കളയാണ്ട്
നമ്മളെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും 2 പൈസേൻ്റെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ കൊണ്ടുവന്ന ഒരു ചക്ക എല്ലാവർക്കും വളരെ നന്ദി ഹൃദയപൂർവ്വം നമ്മളെ 2 പേരെയും ഒരു ചാനലിലേക്ക് വളരെ നന്ദി പറയുന്നു. അതുകൊണ്ട് ഇനി അടുത്ത ടൈലറിങ്ങിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.